താടിക്ക് താഴെ നീരാളിയുടെ കൈകൾ വളരുന്നുണ്ടായിരുന്നു, ടെന്റിക്കിൾസ്. എന്നാൽ ആർക്കും അതിൽ ഒരു അത്ഭുതവും തോന്നിയില്ല. കാരണം ഈ ഭാവി കാലത്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് നിർത്താതെ മഴ പെയ്യുകയായിരുന്നു. ചേരി പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. പലതരം ബാക്ടീരിയകൾ മനുഷ്യനെ അതിക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരുന്നു. ഈ ബാക്ടീരിയകളെ പ്രതിരോധിക്കാൻ ശാസ്ത്രജ്ഞർ ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്തു. പക്ഷെ അതിന്റെ പാർശ്വഫലം താടിക്ക് താഴെ നീരാളി കൈകൾ വളരും എന്നതായിരുന്നു. ഈ വാക്സിൻ ആകട്ടെ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്തത്ര വില കൂടിയതായിരുന്നു. ലില്ലിയുടെ കുടുംബത്തിന് അത് ഒട്ടും താങ്ങാൻ കഴിയുമായിരുന്നില്ല. അവൾ ഒരു പാട്ടു മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അവളുടെ ശബ്ദം വിധികർത്താക്കളുടെ മനസ്സിനെ സ്പർശിച്ചു. മത്സരത്തിൽ വിജയിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ പാവപ്പെട്ടവർക്കെല്ലാം സൗജന്യമായി വാക്സിൻ ലഭിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് ലില്ലി പറഞ്ഞു. അവളുടെ വാക്കുകൾ വീണ്ടും വിധികർത്താക്കളെ സ്പർശിച്ചു. എങ്കിലും അവൾ മത്സരത്തിൽ വിജയിച്ചില്ല. വാക്സിനുകൾ ശരീരത്തിന് ഹാനികരമാകുമെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. എന്നാൽ അവളുടെ പ്രകടനത്തിന്റെ വീഡിയോ ഓൺലൈനിൽ തരംഗമായി മാറി. ഒടുവിൽ രാജ്യത്തിന്റെ പ്രസിഡന്റിന് പോലും അവളെ കാണാൻ വരേണ്ടി വന്നു. പക്ഷേ പ്രസിഡന്റ് വന്നപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നതിനായി അദ്ദേഹം മറ്റൊരു പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. ലില്ലിയുടെ ശരീരത്തിലെ പഴുത്ത മുറിവുകൾ കണ്ടപ്പോൾ അയാൾ ഭയന്ന് അവളെ തള്ളി മാറ്റി. ആ നിമിഷം പ്രസിഡന്റിന്റെ മാസ്ക് അബദ്ധത്തിൽ താഴെ വീണു. എല്ലാവരും ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന്റെ താടിക്ക് താഴെയും നീരാളി കൈകൾ വളർന്നിരുന്നു. ജനങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് രാജ്യവ്യാപകമായിട്ട് സൗജന്യ വാക്സിനേഷൻ നൽകുമെന്ന് പ്രഖ്യാപിക്കാൻ പ്രസിഡന്റ് നിർബന്ധിതനായി. എല്ലാവരും വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോൾ ആകാശത്തെ കറുത്ത മേഘങ്ങൾ പതുക്കെ നീങ്ങി തുടങ്ങി. വർഷങ്ങളായി കാണാതിരുന്ന സൂര്യൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. സൂര്യപ്രകാശവും ചൂടും ആസ്വദിക്കാനായിട്ട് ആളുകൾ ആവേശത്തോടെ തെരുവുകളിലേക്ക് ഓടിയിറങ്ങി. എന്നാൽ വൈകാതെ തന്നെ ഭയാനകമായിട്ടുള്ള എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. സൂര്യൻ മുമ്പത്തേക്കാൾ എത്രയോ മടങ്ങ് ദഹിപ്പിക്കുന്നതായിരുന്നു. ഭൂമിയിലെ ഈർപ്പം നിമിഷ നേരം കൊണ്ട് ബാഷ്പീകരിക്കപ്പെട്ടു. വായു വരണ്ടതും പൊള്ളുന്നതുമായി മാറി. വീടുകൾ ഒന്നൊന്നായി തീ പിടിക്കാൻ തുടങ്ങി. എവിടെയും നിലവിളികൾ മുഴങ്ങി. ചൂടുള്ള തവയിലിട്ട കൂന്തലിനെ പോലെ ആളുകളുടെ തൊലി കരിഞ്ഞുപോയി. അങ്ങനെ മനുഷ്യരാശി ഓരോ ചുവടായി വംശനാശത്തിലേക്ക് നടന്നു നീങ്ങി.